ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ദുബായിലേക്ക് വരുന്ന ദിവസം എടുത്ത കുറച്ച് ക്ലിപ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പോരുന്നതിന് മുന്നേ ഉള്ള ഷോപ്പിങ്ങും പാക്കിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്നൊരു അരമണിക്കൂറിന് മേലെ ദൂരമാണ് കേട്ടുള്ളത് എയർപോർട്ടിലേക്ക്. കരിപ്പൂരിൽ നിന്നാണ് പോകുന്നത്. നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ റോട്ടിൽ നല്ല തിരക്കുണ്ടാവുമെന്ന് കരുതിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അതുപോലെ പെരുന്നാൾ ടൈം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളിത് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറാണ്. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ചെക്കിങ് കഴിഞ്ഞു. ഇത്തവണ ഞങ്ങൾ ഒമാൻ എയറിലാണ് പോകുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. മസ്കറ്റിൽ 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഗേജ് ഒക്കെ കുറവായിരുന്നു. കയ്യിൽ 2 ബാക്ക് പാക്കും മോളും ഉണ്ടായതുകൊണ്ട് ട്രോളി ബാഗ് അവർ ലഗേജിൽ വിടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 1 ടൈം ലോക്ക് ഇട്ട് വെച്ചതാണ്. കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്കുള്ള ബോർഡിംഗ് പാസ് കിട്ടുന്ന സമയത്ത് തന്നെ മസ്കറ്റിൽ നിന്ന് ദുബായിലേക്കുള്ള ബോർഡിംഗ് പാസും കിട്ടും കേട്ടോ. അങ്ങനെ ഇനി സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പോവാണ്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ഏരിയയുടെ അടുത്ത് എത്തിയപ്പോഴാട്ടോ കറക്റ്റ് ബാങ്കിന്റെ സമയമായത്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിരുന്നു. നമ്മളവിടെ എത്തിയ സമയത്ത് അധികം ആളൊന്നുമില്ലായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നല്ല തിരക്കായി. ജ്യൂസും സ്നാക്കും ആണ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയുടെ തൊട്ടടുത്താണ് പ്രയർ റൂം ഉള്ളത്. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ട് പോവാണ്. ഞങ്ങളുടെ സീറ്റ് ഏകദേശം സെന്ററിലായിട്ടാണ് വരുന്നത്. അങ്ങനെ സീറ്റ് നമ്പറൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്ക് 3 മണിക്കൂർ 35 മിനിറ്റാണ്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയ ഉടനെ തന്നെ പിറ്റേന്ന് UAE പെരുന്നാളാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു.
ഫ്ലൈറ്റിൽ ഏകദേശം മുഴുവനായിട്ട് ഫാമിലി ആയിരുന്നു. പെരുന്നാളും വെക്കേഷനൊക്കെ ആയതുകൊണ്ടാവും ഒരു ലേഡീസ് ട്രിപ്പ് പോകുന്ന ഒരു ഫീലായിരുന്നു. വളരെ കുറച്ച് ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ലേഡീസും കുട്ടികളായിരുന്നു. മോള് ടേക്ക് ഓഫിന് മുന്നേ തന്നെ ബുക്കും പേനും ഒക്കെ എടുത്തിട്ട് വരയും എഴുത്തുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ടേക്ക് ഓഫിൻ്റെ സമയത്ത് ടേബിൾ ഫോൾഡ് ചെയ്ത് വെച്ചു. രണ്ട് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ മോൾക്കൊരു ബുക്കും പേനയും കിട്ടിയ കുറേ നേരം അതിലെങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ബുക്കും പേനയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ സ്റ്റോറി ബുക്കോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് ആ ഒരു കാര്യം നമ്മുടെ ഹാൻഡ് ബാഗിൽ തന്നെ ഇട്ടാൽ മതി. ഇവിടെ രണ്ടാളും മാറി മാറി ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് വന്നു. ഒരു കേക്കും ഒമാൻ ചിപ്സിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ ഡ്രിങ്കായിട്ട് ഞാൻ മാംഗോ ജ്യൂസാണ് വാങ്ങിയത്. പിന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ചുമാണ് ഉണ്ടായിരുന്നത്. ഗ്രീൻ കളറിലുള്ളൊരു ചിക്കൻ മസാല ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോന് ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ചോദിച്ചു നോക്കാൻ പറയാണ്. മോള് സാൻഡ്വിച്ച് ഒന്നും കഴിച്ചില്ല, ഒരു കടി അടിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നെടുത്ത ഒരു കട്ട്ലേറ്റാണ് എയർപോർട്ടിൽ നിന്ന് കഴിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് സെർവിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കാണാൻ. മോന് കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മോള് തീരെ ഉറങ്ങിയിട്ടില്ല. അവൾ ഉറങ്ങുന്ന ടൈം ആവുന്നേ ഉള്ളൂ. മസ്കറ്റിൽ 11 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. ഏകദേശം അരമണിക്കൂർ മുന്നായിട്ട് ലാൻഡ് ചെയ്തു. കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റിൽ പോവാതെ ട്രാൻസ്ഫേഴ്സ് എന്ന ഓപ്ഷനിലൂടെയാണ് കേട്ടോ പോകുന്നത്. എയർപോർട്ടിൽ ഇറങ്ങി പിന്നെ ഒരു ട്രാൻസ്ഫേഴ്സ് എന്നൊരു ഓപ്ഷൻ നോക്കിയിട്ട് അങ്ങനെ കുറേ ദൂരം നടന്നു.
പിന്നെ ഗേറ്റിലേക്ക് എത്താറായ സമയത്ത് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളുടെ ഗേറ്റ് ഏതാണെന്ന് പറഞ്ഞു തന്നു. നമ്മുടെ കൂടെ തന്നെ 4-5 ഫാമിലി ഇതുപോലെ ദുബായിലേക്കുള്ളതുണ്ടായിരുന്നു. എയർപോർട്ടിനുള്ളിലേക്ക് കയറിയിട്ട് പിന്നെ ദുബായിലേക്കുള്ള വിമാനത്തിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്താൻ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങും ഇൻറ്റീരിയറും എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 2 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. മസ്കറ്റിൽ ഇന്ന് പെരുന്നാളായിട്ടില്ല കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആരുടെ കയ്യിലും വെള്ളമില്ലായിരുന്നു. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ദാഹിച്ചിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ചെറിയ ബോട്ടിലുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. A8 ആണ് നമ്മളുടെ ഗേറ്റ്. ഗേറ്റ് കടന്ന് താഴെ എത്തിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാണ്. കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യം കയറിയ എയർപോർട്ടിൽ തന്നെ നമുക്ക് ബോർഡിംഗ് പാസ് എല്ലാം കയ്യിൽ കിട്ടും. മസ്കറ്റിൽ നിന്ന് ദുബായിലേക്കുള്ള ഫ്ലൈറ്റിൽ ഞങ്ങളുടെ സീറ്റ് 2 റോലായിട്ടാണ് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ മോൾക്ക് ഉറക്കം വന്നിരുന്നു. 2 മണി ആയിട്ടുണ്ട്. ഈ ഫ്ലൈറ്റിൽ സ്ക്രീൻ ഉണ്ടായിരുന്നു. ടേക്ക് ഓഫ് ആയി. ഫ്ലൈറ്റ് യാത്ര നല്ല ബോറടിയാണെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇത് മസ്കറ്റിന്റെ സ്കൈ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയാണുള്ളത്. അങ്ങനെ ഇതാ ഫുഡ് വന്നിട്ടുണ്ട്. ഒരു സ്നാക്ക് കവർ ആണുള്ളത് കേട്ടോ. ഒരു വാനില കപ്പ് കേക്കും ഒമാൻ ചിപ്സും ഒരു ചെറിയ വാട്ടർ ബോട്ടിലുമാണ് ഈ ഒരു കവറിലുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കേക്കായിരുന്നു. ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള സമയവും ദൂരവും ഒക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി ഏകദേശം 18 മിനിറ്റാണ് ലാൻഡ് ചെയ്യാനുള്ളത്. അങ്ങനെ ഇതാ ഫ്ലൈറ്റ് ദുബായ് എയർപോർട്ടിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ലാൻഡിംഗ് ടൈമായി.
അൽഹംദുലില്ലാ അങ്ങനെ സേഫായിട്ട് ദുബായിൽ ലാൻഡ് ചെയ്തു. ദുബായ് എയർപോർട്ടിൽ അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. മോളാണെങ്കിൽ നല്ല ഉറക്കിലുമാണ്. മെട്രോ കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് ബഗേജിൻ്റെ അവിടേക്കൊക്കെ എത്താൻ. അങ്ങനെ ഏതാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിനി ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 2 ട്രോളി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് മോള് ഉണർന്നത്. ഇതുവരെ എടുത്ത് മസ്കറ്റിൽ നിന്നുള്ള ഫ്ലൈറ്റിൻ്റെയും കോഴിക്കോട് നിന്നുള്ള ഒരു ഫ്ലൈറ്റിൻ്റെയും ലഗേജുകൾ അടുത്തായിട്ടാണ് വന്നത്. ഞങ്ങളുടെ ബാഗുകളൊക്കെ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടി. ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഇന്ന് പെരുന്നാളാണ് കേട്ടോ. നമ്മൾ ഏകദേശം 4 മണി കഴിഞ്ഞപ്പോഴാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഹസ്ബൻഡ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മോള് ഉപ്പാനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ്. ദുബായിലേക്ക് പോകുന്നുണ്ടെന്ന് എപ്പോഴും പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ബാഗും പെട്ടിയൊക്കെ എടുത്തപ്പോൾ അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഇതാ നമ്മൾ മാസങ്ങളായിട്ട് കാത്തിരുന്ന ഒരു സമയത്തി. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.